Hi everyone, welcome to Full Score Biology, your home for scoring full marks in biology. And welcome to today's class. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്നുള്ള ടോപ്പിക്കാണ്. ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രോസസ് ഓഫ് ഡൈജഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഡൈജഷൻ വഴി ഉണ്ടാവുന്ന സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ എങ്ങനെ സെൽസിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നു എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം process of digestion as well as absorption is completed inside the small intestine. Digestion എന്നുള്ള പ്രോസസ്സും അതേപോലെ തന്നെ അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അത് എന്തായിരിക്കാൻ കാരണം? ബിക്കോസ് the structure of small intestine is modified for both the process of digestion as well as for absorption. ഈ രണ്ട് ഫംഗ്ഷനും ചെയ്യാൻ വേണ്ടി സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചർ അഡാപ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്നുള്ള പ്രോസസ്സിന് വേണ്ടി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്ന ഒരു അഡാപ്റ്റേഷൻ ആണ് അതിനകത്ത് കാണപ്പെടുന്ന വില്ലൈ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. എന്താണ് വില്ലൈ എന്ന് പറയുന്നത്? ദേ ആർ ഫിംഗർ ഷേപ്ഡ് പ്രൊജക്ഷൻസ് ഫ്രം ദി ഇന്നർമോസ്റ്റ് ലൈനിങ് ഓഫ് ദി ഇൻറ്റസ്റ്റൈനൽ വാൾ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർമോസ്റ്റ് ലൈനിങ്, അതിൽ നിന്നും ഉള്ളിലേക്ക് കാണപ്പെടുന്ന ഫിംഗർ ഷേപ്ഡ് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ വില്ലൈ എന്ന് വിളിക്കുന്നത്. ഇനി വില്ലയിന്റെ സ്ട്രക്ചർ, വില്ലസിന്റെ സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് വില്ലസിനകത്ത് കാണുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് എ സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ് അല്ലെ. വില്ലസിന്റെ എപ്പിത്തീലിയൽ സെൽസ് സിംഗിൾ ലെയേർഡ് ആണ്. ഇനി വില്ലസിനകത്തായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാണാം? യു ക്യാൻ സി ബ്ലഡ് കാപ്പിലറീസ് ആസ് വെൽ ആസ് എ ലിംഫാറ്റിക് കാപ്പിലറി കോൾഡ് ലാക്ടീൻ. ഒരു സിംഗിൾ ലിംഫാറ്റിക് കാപ്പിലറിയും അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് കാപ്പിലറീസും ആണ് വില്ലസിനകത്ത് കാണുന്നത്. എന്തായിരിക്കാം ഈ രണ്ട് പാർട്ടിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈസി ആയിട്ട് മോളിക്യൂൾസിന്, സിംപ്ലസ്റ്റ് ന്യൂട്രിയൻസിന് അതിലൂടെ പാസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇനി ബ്ലഡ് കാപ്പിലറീസിന്റെയും അതേപോലെ തന്നെ ലിംഫിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഈ ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസിനെ രണ്ട് പാത്വേയിലേക്കാണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ബ്ലഡ് കാപ്പിലറീസിലേക്കും അടുത്തത് ആ ലാക്ടീൽ, അതായത് ആ ലിംഫ് കാപ്പിലറീസിലേക്ക്. ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഏതൊക്കെ മോളിക്യൂൾസിനെയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്? അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രോട്ടീൻസിന്റെ എൻ പ്രോഡക്ട്സ് ആണ്. പ്രോട്ടീൻസിന്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് അമിനോ ആസിഡ്സ് ഉണ്ടാവുന്നത്. ഈ അമിനോ ആസിഡ്സിനെ വില്ലസിനകത്ത് കാണുന്ന ബ്ലഡ് കാപ്പിലറീസിലേക്കാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ സിമ്പിൾ ഷുഗേഴ്സ്, കാർബോഹൈഡ്രേറ്റ്സിന്റെ എല്ലാം തന്നെ ഡൈജഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് തുടങ്ങിയിട്ടുള്ള മോണോസാക്രൈഡ്സ് ആയിട്ട് മാറ്റപ്പെടുന്നു. ഈ മോണോസാക്രൈഡ്സിനെ എല്ലാം തന്നെ വില്ലസിനകത്ത് കാണുന്ന ബ്ലഡ് കാപ്പിലറീസിലേക്കാണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ഇനി ഈ അബ്സോർബ് ചെയ്തെടുത്തിട്ടുള്ള അമിനോ ആസിഡ്സും അതേപോലെ തന്നെ സിമ്പിൾ ഷുഗേഴ്സും ഒക്കെ എങ്ങോട്ടാണ് ഫസ്റ്റ് അബ്സോർബ് ചെയ്യുന്നത്? ദേ ആർ ഫസ്റ്റ് എൻ്ററിങ് ഇൻ ടു ദ പോർട്ടൽ വെയിൻ. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഈ വെയിൻ വഴി അത് എങ്ങോട്ട് പോകും? ലിവറിലേക്ക് പോകും. അങ്ങനെ ലിവറിൽ നിന്നാണ് നമ്മുടെ ബ്ലഡിലേക്ക് അത് എത്തുന്നത്. ക്ലിയർ ആണല്ലോ? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തത് ലാക്ടീൽസ്. ലാക്ടീൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ, അതായത് ഫാറ്റിന്റെ അല്ലെങ്കിൽ ലിപ്പിഡ്സിന്റെ എൻ പ്രോഡക്ട്സ് ആണ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഫാറ്റി ആസിഡ്സിനെയും ഗ്ലിസറോളിനെയും എങ്ങോട്ടാണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത്? വില്ലസിനകത്ത് കാണുന്ന ലാക്ടീൽ എന്ന് പറയുന്ന ലിംഫ് കാപ്പിലറിയിലേക്കാണ് അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെ ഇവ നമ്മുടെ ലിംഫാറ്റിക് വെസൽസിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ലിംഫാറ്റിക് വെസലിൽ നിന്നും അങ്ങനെ ഫൈനലി അവർ വെയിൻ വഴി നമ്മുടെ ഹാർട്ടിലെത്തുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡൈജഷൻ നടന്നു കിട്ടുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ഓക്കെ, ബ്ലഡ് കാപ്പിലറിയുടെ റോളും അതേപോലെ തന്നെ ലിംഫിന്റെ റോളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ വില്ലസിന്റെ സ്ട്രക്ചർ നോക്കി അതിനകത്തുള്ള പാർട്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് വില്ലസ് കാണുന്നത് എന്നുള്ളത് മറക്കാനും പാടില്ല. അതേപോലെ ഇനി ഏതെല്ലാം പ്രോസസ്സ് വഴിയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത് നോക്കാം. മെക്കാനിസംസ് ഓഫ് അബ്സോർപ്ഷൻ. പാസീവ് പ്രോസസ്സും അതേപോലെ തന്നെ ആക്റ്റീവ് പ്രോസസ്സും ഉണ്ട്. അതായത് പാസീവ് ട്രാൻസ്പോർട്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസീവ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിന് എനർജി ആവശ്യമില്ല. എനർജി ഒന്നും തന്നെ യൂട്ടിലൈസ് ചെയ്യാതെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാസീവ് പ്രോസസ്സ് അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതേപോലെ ഓസ്മോസിസ്, ഈ 3 തരത്തിലുള്ള മെത്തേഡ്സ് കാണാൻ കഴിയും. അതിലെ ഫസ്റ്റ് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി അബ്സോർബ് ചെയ്യപ്പെടുന്ന കുറച്ച് ന്യൂട്രിയൻസിന് എക്സാമ്പിൾ ആണ് ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ എക്സെട്ര. അതേപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതായത് കാരിയർ പ്രോട്ടീൻസിന്റെ
ഹെൽപ്പോടുകൂടി അബ്സോർഷൻ നടക്കുന്ന ചില ന്യൂട്രിയൻസ് ആണ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് എക്സെട്ര. പിന്നെ വാട്ടർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് മെയിൻ ആയിട്ടും അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ് വഴിയാണ്. ഇത്രയാണ് പാസീവ് അബ്സോർഷൻ വഴി ഉള്ളിലേക്ക് എടുക്കപ്പെടുന്ന മെറ്റീരിയൽസ്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനർജി യൂസ് ചെയ്ത് നടക്കുന്ന ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ എനർജി യൂസ് ചെയ്യേണ്ടി വരുന്നത്? കാരണം മോളിക്യൂൾസ് അവയുടെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ചില സാൾട്ട്സ്, അതേപോലെ തന്നെ ഗ്ലൂക്കോസ്. ഇത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇതിനായിട്ട് എനർജി യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന പ്രോസസ്സിന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിന് എനർജി യൂസ് ചെയ്യണം, അതേപോലെ തന്നെ കാരിയർ പ്രോട്ടീൻസ് യൂസ് ചെയ്യണം. അങ്ങനെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഇവ അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇത് രണ്ടുമാണ് രണ്ട് തരത്തിലുള്ള അബ്സോർപ്ഷൻ മെക്കാനിസം. നമ്മളിപ്പോൾ ഓരോ മെയിൻ ആയിട്ടുള്ള ന്യൂട്രിയന്റിന്റെ എൻ പ്രോഡക്ട്സ് എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു എന്ന് പഠിച്ചു. ഇനി നമ്മുടെ ഫുഡിൽ ഒരിക്കലും അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡൈജഷൻ നടക്കാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് ഡയറ്ററി ഫൈബേഴ്സ് അല്ലെങ്കിൽ റഫേജ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഡൈജഷൻ നടക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഫുഡിൽ എപ്പോഴും നമ്മൾ മസ്റ്റ് ആയിട്ട് റഫേജ് ചെയ്യണം. എന്താണ് കാരണം? റഫേജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് മെയിൻറ്റെയിൻസ് ദി റെഗുലർ ബവൽ മൂവ്മെന്റ്. അതായത് നമ്മുടെ ഡൈജഷൻ ഒക്കെ നടന്നു കഴിഞ്ഞ് ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് മൂവ് ചെയ്ത് അവിടെ നിന്ന് രക്തത്തിലെത്തി രക്തത്തിൽ നിന്നും ആനസ് വഴി റിമൂവ് ചെയ്യപ്പെടും. അപ്പൊ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഈ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഈ റഫേജ് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ എയ്ഡ് സ്മൂത്ത് അബ്സോർപ്ഷൻ ആൻഡ് പ്രിവെന്റ് കോൺസ്റ്റിപ്പേഷൻ. അബ്സോർപ്ഷൻ പ്രോസസ്സ് വളരെ സ്മൂത്ത് ആവാനായിട്ടും അതേപോലെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്സ്ക്രീഷൻ നടക്കാനുള്ള ബുദ്ധിമുട്ട്, അതിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുക. അപ്പൊ നമ്മുടെ ഫുഡിൽ ധാരാളം റഫേജ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒരിക്കലും വരില്ല. അപ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ന്യൂട്രിയൻസും തരുന്നില്ലെങ്കിൽ പോലും റഫേജസ് എന്തുകൊണ്ടാണ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ചെറിയൊരു ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, അതായത് പ്രോസസ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.